അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുന്നത്തിലുള്ള നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു WP-യിലെ E1 നമ്മുടെ ഈ കുറേ നാളായിട്ടുള്ളൊരു വണ്ടിയാണ്, ഉപയോഗം കുറവായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കാം, നമ്മുടെ പറമ്പിലിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ നോക്കാം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ വേണ്ടി പറ്റും. ഒരുപാട് നാളായിട്ട് ഉപയോഗിച്ചിട്ടില്ല, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 7-8 മാസത്തിൽ കൂടുതലായിട്ട് എന്തായാലും വണ്ടി മര്യാദക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. എന്തായാലും വണ്ടി ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതൊരു ട്രാക്ക്ഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. കാരണം നമ്മൾ മെയിനായിട്ട് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്പീഡ് വളരെ കുറവാണ്. ഇതിപ്പോൾ ഫുൾ സ്പീഡ് ഇട്ടിരിക്കുന്നത്, ഒരു ഇതും കൂടെ കാണണം. ഇതാണ് ഇതിൻ്റെ ഫുൾ സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് അത്യാവശ്യം കേപ്പബിൾ ആയിരുന്നു. നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാവർക്കും കൂടെ കയറ്റിക്കൊണ്ടൊക്കെ പോകാൻ വേണ്ടിയൊക്കെ പറ്റും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇതിന് അത്യാവശ്യം അപ്ഗ്രേഡുകളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രാക്കുകൾ മാറ്റി മെറ്റൽ ട്രാക്ക് ആക്കാനും ഒക്കെ പറ്റുമായിരുന്നു. ഞാനതൊന്നും ചെയ്തിട്ടുണ്ടായില്ല. കാര്യം നമ്മളിത് അധികം യൂസ് ഇല്ല ഈ വണ്ടിക്ക്. മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് സ്ലോ സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറ്റില്ല. രണ്ടാമത്തെ കാര്യം നമുക്ക് ക്രോൾ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സ്പേസ് ഇല്ല. പിന്നെ പറമ്പിലേക്ക് ഇറങ്ങണം. പറമ്പിലേക്ക് ഇറങ്ങിക്കാൻ കൊതുകിൻ്റെ കടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ വണ്ടി പറഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റുന്നതാണ്. അത്യാവശ്യം നല്ലപോലെ കയറിപ്പോയി. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നല്ലതാണ്. അതുപോലെ ഇതിൻ്റെ ടേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, വണ്ടിയിലേക്ക് കയറി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ ടേണിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടേൺ റേറ്റ് നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ ഹൈ സ്പീഡ് ടേൺ എന്ന് പറയുകയാണെങ്കിൽ. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു നെഗറ്റീവ് സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ട്രാക്കിൻ്റെ ഇടയിലൊക്കെ കണ്ടോ, ഇപ്പോൾ ഈ കയറിയിരിക്കുന്ന പോലെ ഇലയും കാര്യങ്ങളും വടിയൊക്കെ കയറും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് പറമ്പിലിട്ട് ഇങ്ങനെ വെറുതെ ഓടിക്കാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം നല്ല ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഓടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കേപ്പബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കേപ്പബിളാണ്. നമുക്ക് എന്തായാലും ഈ ഒരു സർഫസിൽ കൂടെയും കൂടെ ഒന്നുകൂടെ ഒന്ന് ഇത് ഓടിച്ച് നോക്കാം. കാണിച്ചു തരാം ഇത് എന്തോരം കേപ്പബിൾ ആണുള്ളത്. നമുക്ക് അവിടെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ കുടുങ്ങിയിരിക്കുന്നുണ്ട്. വണ്ടി പോകുന്നുണ്ട്. നമ്മൾ സ്റ്റെക്കായി നോക്കിയിട്ട് സംഭവം ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ കയറിയിരിക്കുന്നുണ്ട്. കണ്ട ഇലയൊക്കെ കയറിയിരിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ ഇങ്ങോട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് പോവാം. അത് നല്ലത്. കൊതുക് തന്നെ ഇരിക്കുന്നില്ല. അപ്പം ഈ വണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒറ്റകളൊക്കെ ഇത് കയറി പോയിക്കോളും. മെറ്റൽ ട്രാക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴെ വരുന്ന ആ വെയിറ്റ് കൂടുന്നതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി കൂടെ സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത്തിരി കൂടെ ഒബ്സ്റ്റക്കിൾസൊക്കെ നല്ലപോലെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിനകത്തൊക്കെ വരുന്ന മോട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര പവർഫുള്ളല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു കുറവും ഇതിനുണ്ടാവും. അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നും കൂടെ ഒന്ന് ഇവിടെ ഇട്ടൊന്ന് റൗണ്ട് അടിച്ചിട്ടും നമുക്ക് വീഡിയോയും കൂടെ എൻഡ് ചെയ്യാം. വർക്കിംഗ് ആണോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസൊന്നുമില്ല. ഇതൊരു സോവിയറ്റ് ട്രൂപ്പ് കാരിയറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ഒറിജിനൽ വണ്ടിയുടെ ഒരു സ്കെയിൽഡ് മോഡൽ എന്ന് പറയാം. ഒഫീഷ്യലി ലൈസൻസറൊന്നുമല്ല. കാര്യം മിലിറ്ററി വെഹിക്കിളൊക്കെ ലൈസൻസ് തരുമോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ആ ഒരു സ്കെയിൽ ലുക്കാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ എവിടെ നിന്നാണ്ട് പുഴുവിനെയൊക്കെ കൊണ്ടുവന്ന് കയറ്റിയിട്ടുണ്ട് വണ്ടിയുടെ അകത്ത്. കണ്ടതിനെ അറിയാൻ വേണ്ടി പറ്റും. എന്തായാലും പോയി അടിപൊളി, പറഞ്ഞ് തീർന്നില്ല. ഈ കിടക്കുന്നു ട്രാക്ക് ഊരി പോകുന്നതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കണ്ടോ
ഇതിൻ്റെ ഇടയിൽ നിന്ന് വന്ന സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മണ്ണുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം എന്തായാലും ഓടിക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് വരുന്ന ഗിയറിങ്ങൊക്കെ കുറേയൊക്കെ പ്ലാസ്റ്റിക് തന്നെയാണ്. മോട്ടർ വരുന്നത് 2 ഡ്യുവൽ മോട്ടറാണ് വരുന്നത്. 130 സൈസ് മോട്ടറായിട്ട് വരുന്നത്. നമ്മുടെ ചെറിയ ടോയ് കാറിലൊക്കെ ഉള്ള പോലത്തെ തന്നെ മോട്ടറാണ്. പവറിന് എന്തെങ്കിലും കാര്യത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ മോട്ടർ എന്തെങ്കിലും പണി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ആ ഫുൾ ഗിയർ സെറ്റായിട്ട് മാറേണ്ടി വരും. ഇതിന് സ്പെയർ പാർട്സ് എല്ലാം തന്നെ നമുക്ക് WPൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കിട്ടും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഷിപ്പിങ്ങും പിന്നെ ഇങ്ങോട്ട് വരുന്ന ടൈമും ഒരിത്തിരി പണിയാന്നേ ഉള്ളൂ. ഓക്കെ 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 അപ്പോൾ നമ്മൾ ഗിയറിന് പണി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഒച്ചയുടെ അർത്ഥം നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടെന്നാണ്. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ കിടക്കണം അല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സർഫസ് ഇത് ശരിക്കും പറഞ്ഞാൽ ഓടിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഞാനൊരു ധൈര്യത്തിന് ഓടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി പറ്റും എന്തോരം ഇലയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വന്നു. കണ്ടോ, ഇത്ര ഇല ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ഓടിച്ച് നമ്മൾ എന്തായാലും പണിയുമില്ല. പ്ലാസ്റ്റിക് ഗിയറിങ് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നതെങ്കിൽ പോലും ഇത്രയും നാളത്തെ ഉപയോഗത്തിനിടയ്ക്ക് അങ്ങനെ വേറെ ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സ്ലോ ആയിട്ടുള്ളൊരു വണ്ടിയാണ് നോക്കുന്നത്, നിങ്ങൾക്ക് ട്രാക്ക്ഡ് വെഹിക്കിളിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റ് ചിലവില്ലാതെ നമുക്ക് ഈ ഒരു വണ്ടി കിട്ടും. വലിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഷിപ്പിംഗ് കണ്ടീഷനൊക്കെ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 7000 രൂപ 8 രൂപക്കൊക്കെ അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി വരുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. എന്തായാലും ഒരു 7-8 രൂപയൊക്കെ അടുത്ത് എന്തായാലും വരും. ഞാനൊക്കെ മേടിക്കുന്ന സമയത്ത് എന്തോ 6 രൂപ സംതിങ്ങിനടുത്ത് എനിക്ക് ആയുള്ളായിരുന്നു. ഇതും കുറേ നാളായിട്ട് ഉപയോഗിക്കാതിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് കണ്ടതിന് അറിയാൻ വേണ്ടി പറ്റും. ഓടുന്നതിനൊന്നും ഒരു കുറവില്ല. നമ്മൾ നല്ല അബ്യൂസാണ് ഓടിച്ചത്. ഇതുപോലത്തെ കാട്ടിക്കൂടെയാണ് ഓടിച്ചത്. അതിൻ്റെ ഇടയിലൊക്കെ ഗിയറിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ ഇലയും ഇതൊക്കെ കയറി വണ്ടിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്, അത്യാവശ്യം ഡ്യൂറബിളുമാണ്. അപ്പോൾ ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒഫീഷ്യൽ സ്റ്റോറിലെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം. ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഓഫീസിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരത്തേക്കും